നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിനെ സംബന്ധിച്ചോളം നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ ടീമും ഓരോ ദിവസവും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് കപ്പ് നേടാൻ വേണ്ടി തന്നെയാണ് പരിശ്രമിക്കുന്നത്. എന്നാൽ ജംഷഡ്പൂർ FC ഈ സീസണിൽ വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിലും ജംഷഡ്പൂർ FCക്ക് അധികം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജംഷഡ്പൂർ FCയുടെ ഹെഡ് കോച്ചായിരുന്ന സ്കോട്ട് കൂപ്പറിന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്താക്കിയ വിവരം ജംഷഡ്പൂർ FC കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒഫീഷ്യലായിട്ട് തന്നെ വന്നു. കോച്ചിന് നന്ദിയെല്ലാം ഏകിക്കൊണ്ട് തന്നെയാണ് ജംഷഡ്പൂർ FC ഈ കാര്യം വ്യക്തമാക്കിയത്. ജംഷഡ്പൂർ FCയുടെ പകരക്കാരനായിട്ട് പുതിയ കോച്ചിനെയും ജംഷഡ്പൂർ FC ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കിടക്കുന്ന ഈ സീസണിൽ പരിശീലിപ്പിക്കാൻ പുതിയ കോച്ചായി ഖാലിദ് ജമീൽ എന്ന് പറയുന്ന ഇന്ത്യൻ കോച്ചിനെ നിയമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCനെയും ISLൽ പരിശീലിപ്പിച്ചിട്ടുള്ള ഹെഡ് കോച്ചാണ് ഖാലിദ് ജമീൽ. എന്തായാലും ഖാലിദ് ജമീൽ വന്നതിന് ശേഷം നോർത്ത് ഈസ്റ്റ് ആ സമയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ജംഷഡ്പൂർ FCയിൽ ഖാലിദ് ജമീൽ എന്ന് പറയുന്ന ഹെഡ് കോച്ച് വന്നതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വരും മത്സരങ്ങളിൽ ഇനി പുതിയ കോച്ചിൻ്റെ തന്ത്രങ്ങൾ കാണാൻ സാധിക്കുമെന്ന് തന്നെ കരുതാം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിലേക്ക് അൽവാരോ സൈൻ ചെയ്തു, അൽവാരോ സൈൻ ചെയ്യാൻ പോകുന്നു, അൽവാരോ വന്നു എന്നെല്ലാം നമ്മൾ പല റൂമറുകളിലൂടെയും കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതേപോലെ തന്നെ മറ്റൊരു ടീമും കൂടെ ISLൽ അൽവാരോ വാസ്കസിനെ ടീമിലെത്തിക്കാൻ സമീപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് പ്രമുഖ മാധ്യമ റിപ്പോർട്ടറായ മാർക്കസിൻ്റെ ട്വിറ്റർ വന്നിരിക്കുന്നത്. എന്തായാലും അൽവാരോ വാസ്കസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത് സത്യമുള്ള കാര്യമല്ലെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അഡ്രിയാനോയുടെ പകരക്കാരനെ തേടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മാർക്കസ് ഇപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാനോയ്ക്ക് പകരക്കാരനായിട്ടൊരു സ്ട്രൈക്കറിനെ എത്തിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മാർക്കസിൻ്റെ കാര്യം പറഞ്ഞതിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്.